ഏത് ഫ്രൂട്ടാണ് ബറാബ? ബറാബ അതൊരു പുളിയും മധുരമൊക്കെ ഉള്ള ഫ്രൂട്ട്. അത് എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല, പക്ഷെ നമുക്ക് ഇഷ്ടമാണ്. ഇതിന്റെ ഉള്ളിൽ നിൽക്കണ മറ്റേ ചെടി ഈ ബാക്ക് അതാണ് ലോങ്കൻ. ലോങ്കൻ ഇതുവരെ പൂത്തിട്ടില്ല. 5 വർഷം 5 വർഷമായി. ഇനി അതിന് ഞാൻ ഒരു വീഡിയോ. അതെന്തിട്ട് ചെടി? അത് നമ്മുടെ റംബുട്ടാൻ്റെ പോലെ തന്നെ. റംബുട്ടാന് ചുറ്റുപുറം ഇങ്ങനെ ഇതുണ്ടാവില്ല, ഇതിനത് ഉണ്ടാവില്ല. അതിനെ പൂപ്പിക്കണം, ഫോഴ്സ്ഡ് ഫ്ലവറിങ് നടത്താനാണ് ഞാനത്തെ ഉദ്ദേശം. തായ്ലൻഡ് ലെമണാണത്. ഇതിന് നല്ല വലിപ്പമാവും. ഇതൊക്കെ തായ്ലൻഡ് ലെമൺ വേണ്ട, നിറച്ചുണ്ടാവും. ഇത് കമ്പൊടിഞ്ഞ് വീണ് ഒരു തവണ. അതാണ് അത്രയ്ക്ക് അധികം ഇതുമ്പോൾ ഉണ്ടാവുന്നത്. അതാണ് പീനട്ട് ബട്ടർ ഫ്രൂട്ട്. അത് തിന്നാനായിട്ട് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. ആരും അത് വാങ്ങി പിടിപ്പിക്കുകയൊന്നും വേണ്ട. എന്താ പീനട്ടിന്റെ ടേസ്റ്റ് ആണ്. നിറച്ച് കായുണ്ടായിക്കൊണ്ട് പഴുത്തിട്ടില്ല. നോട്ടെ, പഴുത്തത് എവിടെയെങ്കിലും ഉണ്ടോന്ന് നോട്ടെ. പിന്നെ കായുണ്ട്, നിറച്ചുണ്ട്. ബറാബ ഇതിന് പഴുത്ത് കഴിയുമ്പോൾ ഒരു മഞ്ഞ നിറമാവുക. അപ്പോൾ ഒരു പുളിയും മധുരമൊക്കെ കൂടി. പുളി ഇഷ്ടമുള്ളവർക്ക് അത് ഇഷ്ടമുണ്ടാവും. നമുക്ക് ചിലവർക്ക് അത് പിടിക്കില്ല, ഇഷ്ടമില്ല. ബറാബ ബറാബ. അപ്പുറത്ത് നമ്മുടെ എന്താ പറയുക, മരമുന്തിരിയൊക്കെ ഉണ്ട്. മുന്തിരി ഉണ്ടായിട്ടില്ല. മിറക്കിൾ ഫ്രൂട്ടാണ്. അവിടുന്ന് ഇവിടുന്ന് ഓരോന്ന് കിട്ടാറുണ്ട് എനിക്ക്. നമ്മുടെ ടെറസുമേലേക്ക് കുമ്പളം കയറി പോയിട്ടുണ്ട്. കേട്ടോ, ഫ്രൂട്ടിനെ കാണിക്കാനായിട്ട് ഫ്രൂട്ടൊന്നും ഇപ്പം ഒന്നുമില്ല. നിറയെ പൂത്തിട്ടുണ്ട്. കണ്ട, നിറയെ പൂക്കലുണ്ട്. ലിയാൻസിന്റെ വീട്ടിലുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. അത് ചെറിയ ചെടിയാണ്. കുറെ മത്ത കുമ്പളൊക്കെ ടെറസിലേക്ക് കയറ്റി വിട്ടേക്കണെന്ന് പറയും. മത്ത ഇത് കുമ്പളം അങ്ങ് മുകളിലോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ടെറസിലേക്ക് കയറ്റി വിടുന്നു. ഇനി നമ്മുടെ ജബോട്ടിക്കാബ്, ഇത് എന്നിട്ട് ബേ ലീഫ്, കറുകപ്പട്ട. നമ്മുടെ ആവശ്യത്തിനല്ല, അതിൽ കൂടുതൽ തൊലി നമ്മൾ ഇതിൽ ചെത്തി എടുക്കണ്ട. ചെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ട തടിമ വന്നാണ്ട, ആ ചെത്തണ ഭാഗത്താണ് ഇങ്ങനെ വരാ. ഇത് കണ്ട, നമുക്ക് നല്ല മണ. ഇതിൻ്റെ ഇല ഉണക്കിയാലും കാണാത്തവർക്കായിട്ട് കറുവപ്പട്ടയുടെ അല്ല, ബേ ലീഫ്, മാംഗോസ്റ്റീൻ. അതാണ് ഞങ്ങളുടെ മാംഗോസ്റ്റീൻ. ഇത് പക്ഷെ കുറെ വർഷമായിട്ട്, അത് കുറെ വർഷങ്ങളായാലും അത് പൂത്ത് കാച്ചുണ്ടാവുള്ളൂ. 1-2 എണ്ണൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ജനുവരിയിലൊക്കെയാണ് അത് പൂക്കുന്നത്. ഈ ചെടി വേണമെങ്കിൽ ആൾക്കറിയണ്ടാവില്ല. ഏതാ ഈ ചെടി പടർന്ന് കയറിയാണ്. തിപ്പല്ലിയാണ് ആ ചെടി. അതിൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ അത് കാണിച്ചു. ഇത് ചുമക്കൊക്കെ ഉള്ള നല്ല മരുന്നാണ് തിപ്പല്ലി. ചെറിയ പോകുന്നത് പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ നമ്മളിത് ഉണക്കിയിട്ട് പിന്നെ എന്തൊരു ചെയ്യാറ്? മസാല നമ്മള് ചുമക്കുള്ള പൊടി, ചുമക്കുള്ള പൊടിയിൽ, പിന്നെ ബാക്കിയുള്ളത് നമ്മൾ ആയുർവേദ കടയിൽ കൊടുക്കും. തവിര്, പച്ച, ചുവപ്പ്. ഇതാണ് ജബോട്ടിക്കാബ. 2 വർഷമായിട്ടുള്ളൂ, പൂക്കാറാവണുണ്ട്. ജബോട്ടിക്കാബ അല്ലെങ്കിൽ മരമുന്തിരി എന്ന് പറയും. ഈ മരത്തിനുമ്പോഴാണ് മുന്തിരിങ്ങ ഉണ്ടാവുക. ഈ ചെടിയുമ്പോൾ പറ്റി പിടിച്ച് അതാണ് അതിന് വെയിലുള്ളണം. അതിനാണ് ഈ കമ്പുകളൊക്കെ വെട്ടി വെയിൽ കൊള്ളിക്കുന്നത്. ഇതിന് കുമ്മായി ഇട്ട് കൊടുക്കരുതെന്ന് പറയുന്നത്. ഇതിന് കുമ്മായി ഇഷ്ടമില്ല, അങ്ങനത്തെ ചെടിയാണ് ഇത്. പിന്നെ നമ്മുടെ ബുഷ് ഓറഞ്ച് നല്ല പുളിയാണ്, പക്ഷെ ജ്യൂസ് ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. നല്ല ഓറഞ്ചിൻ്റെ ടേസ്റ്റ്, നല്ല ഓറഞ്ച്. ഇത് പൊളിച്ച് നോക്കുമ്പോൾ നോക്കിയാൽ നല്ല ഓറഞ്ചിൻ്റെ പോലെ പക്ഷെ പുളിയൊന്ന് മാത്രം, നല്ല പുളി. ഇവിടെ ഓറഞ്ച് കാണിച്ചു കഴിഞ്ഞാൽ ഇതും ഓറഞ്ച്, പക്ഷെ ഓറഞ്ചും പുളി തന്നെയാണ്. ഇതും ജ്യൂസിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ളിലൊക്കെ ഓറഞ്ച് ഏതാണ് ബുഷ്നാവല്. ഇത് ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റിയ സാധനം കേട്ടോ. ഷുഗറിന് കംപ്ലൈന്റ് ഉള്ള ഒരു ദിവസം ഇത് പറഞ്ഞ വീട്ടിൽ നട്ടിട്ടാ. ഈ ബ്ലാക്ക് ആയതാണോ കഴിക്കുക?
കൂടുതലുള്ളവർ കുറച്ച് പഞ്ചസാര ഇട്ട് കെട്ടി വെച്ചാൽ നല്ല കളറിൽ വൈൻ, ഞാവലിൻ്റെ വൈൻ. ചവർത്താന്ന് വെച്ചാ ആ ഞാവൽപ്പഴത്തിനും ചവർപ്പാണ്. അല്ലാണ്ട് ഇത് ലക്ഷ്മി തരൂ ക്യാൻസറിന് കഴിക്കണ മരുന്നെന്ന് പറയുന്ന ക്യാൻസറിന് എന്തൊരു കഴിക്കുന്നത്. ഇതിൻ്റെ ഇല പിഴിഞ്ഞ തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ഇല പിഴിഞ്ഞ നീര് കുടിക്കുക. ഇനി ഇത് കോവയ്ക്ക, മമ്മി ഞങ്ങളുടെ മതില് കോവയ്ക്ക ഒരു കറാളുടെ സ്ഥലമായിട്ടാണ് കാണുന്നത്. അല്ല മമ്മി മതിലിനെ വൃത്തികേടാക്കി എന്ന് പറയായിരുന്നു. ആ ഇതേ കോവയ്ക്കൻ്റെ എടുക്കുന്നു, അതിൽ നിന്നതൊക്കെ പടർന്നെടുക്കുന്നത് കാണാൻ ഒരു ഭംഗിയല്ലേ. ഇത് കോവയ്ക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ട്. ഇത് അതിന് വീണെടുക്കുന്നു. പച്ച കോവയ്ക്ക് തിന്നുന്നതും ഷുഗറിന് നല്ലതാണ്. അത് ഡ്രാഗൺ ഫ്രൂട്ടിനെ കാണിച്ചു. ഡ്രാഗൺ ഫ്രൂട്ട് ജൂൺ ജൂലൈ മാസങ്ങളിലാവുമ്പോൾ എനിക്ക് ആവുള്ളൂ. ആ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ പ്രാവശ്യം കഴിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു, ഉള്ളില് ഡാർക്ക് പിങ്ക് കളറാ, നല്ല ജ്യൂസിയാണ്. കടയിൽ നിന്ന് കിട്ടും. ഇതുമേ ആപ്പിൾമ ഉണ്ടാവുന്നുണ്ട് കണ്ട. കാരണം അതിന് ക്ലോസപ്പിൽ കാണിക്കുന്നുണ്ട്. വേണ്ട വലുതായിട്ടില്ല, ഇത് കുഞ്ഞാണ്. അത് ഇതിന്റെ സൂക്കേട കൊമ്പൊടിഞ്ഞു പോയി. പഴുത്തോ? ഇത് പച്ച കളർ നല്ല വലുപ്പം. ആപ്പിളിന്റെ ടേസ്റ്റ് ഉണ്ട് ഇതിന്. സപ്പോട്ടത് തായ്ലൻഡ് ഇഞ്ചി കൊണ്ടുവന്ന് ഞാൻ പിടിപ്പിച്ചു വിടാം. ഇത് കണ്ട അതിന്റെ പ്രത്യേകത ഉണ്ട്. തായ്ലൻഡിലുള്ള എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വലുപ്പമായിരിക്കും. കണ്ട ഇത് നമ്മളെ ഇഞ്ചി നിൽക്കണതും ഇത് ഇവര് തായ്ലൻഡ് ഇഞ്ചി നിറച്ച് വലിയ വലുപ്പമുള്ള കിഴങ്ങണ